കഠിന ഭയത്താലെന്തകരാരിളകീടുന്നു ഇതാ തൻ്റെ മാതൃ ഇടവകയായ കോട്ടയം ചെറിയ പള്ളിയുടെ തിരുമുറ്റത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ബസേലിയസ് ഗീവറിയസ് ദിദിയൻ കാതോലിക്ക ബാബായോടും പരിശുദ്ധ ബസേലിയസ് ഔവൻ പ്രഥമൻ കാതോലിക്ക ബാബായോടും പരിശുദ്ധ ബസേലിയസ് മാർത്തോസ് പ്രഥമൻ കാതോലിക്ക ബാബായോടും അദ്ദേഹത്തിന്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര മാതൃ ഇടവകയായ ചെറിയ പള്ളിയുടെ തിരുമുറ്റത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾക്ക് ശേഷം ഈ വിലാപയാത്ര സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടുന്ന ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളും ചേർന്നുകൊണ്ട് വിലാപയാത്രയായി നമ്മുടെ ഇടയിൽ നിന്നും കടന്നുപോയിരിക്കുന്ന നമ്മുടെ അവറാച്ചായൻ നമ്മളെല്ലാം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് പോയിരിക്കുന്നത്. എന്നുവരെയും അദ്ദേഹം ഭാഗ്യവാനായിരുന്നു എന്നാണ് എൻ്റെ കണ്ടെത്തൽ. ഭാഗ്യവാൻ എന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട്. ഒന്നാമത് തന്നെ 9 ദശാബ്ദങ്ങൾ അദ്ദേഹം ജീവിച്ചിരുന്നു എന്നുള്ളത് തന്നെ ആ ദീർഘായുസ് അദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ ഒരു ലക്ഷണമായി കാണുക. 9 പതിറ്റാണ്ട് ജീവിച്ചിരിക്കുക എന്നുള്ളത് നമ്മൾ അപൂർവം ചിലർക്ക് മാത്രം സിദ്ധിക്കുന്ന ഒരു ഭാഗ്യം. രണ്ടാമത് ആ 9 ദശാബ്ദങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ അതിൽ 6 ദശാബ്ദക്കാലം സഭയുടെ അമരക്കാരനായിട്ടിരുന്നു. അതിന് മുൻപന്തിയിൽ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളതാണ് മറ്റൊരു ഭാഗം. സഭാ സെക്രട്ടറി, സഭാ കമ്മിറ്റി അംഗം, ട്രസ്റ്റി എന്നീ നിലകളിലെല്ലാം പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലും അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗ്യം ഞാൻ കാണുന്നത് 9 ദശാബ്ദം ജീവിച്ച അവറാച്ചായന് രോഗാതുരനായി കിടക്കാൻ കഴിഞ്ഞില്ല, അതിനുള്ള അവസരം ഉണ്ടായില്ല എന്നുള്ളത് മറ്റൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണും. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ സമങ്ങളും പര്യവസാനിച്ചു എന്ന കാര്യത്തിൽ എനിക്ക് വളരെ ചാരിതാർത്ഥ്യം. അദ്ദേഹം നമ്മയെല്ലാം വിട്ടുപോയി. അദ്ദേഹത്തിന്റെ അനുശോചനവും ആ കുടുംബത്തോടും ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളോടും ചെറിയ പള്ളിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ അറിയിച്ചുകൊണ്ട് ഈ അധികം ദീർഘിപ്പിക്കാതെ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ചെറിയ പള്ളിയുടെ ഇടവകയുടെ അനുശോചനം സൂചനകമായി ട്രസ്റ്റി ശ്രീ പി.ടി. പൗലോസ് ശോശപ്പ മൃതദേഹത്തിൽ സമർപ്പിക്കുന്നു. ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ വകയിലൊക്കെ യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറി ശ്രീ ബേലു ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നു.
ചെറിയ സൺഡേ സ്കൂളിൻ്റെ വകയായിട്ടുള്ള അറിയിപ്പും ശ്രീ ജോസഫ് പി ജോർജ് ഞാത്തലയ്ക്ക് സമർപ്പിക്കും. ഇനിയും ഇപ്പോൾ പ്രാർത്ഥന ഒരു ഷോർട്ട് പ്രയർ നടത്തിയിട്ട് മൃതദേഹം വീണ്ടും ശവമഞ്ചലിലേക്ക് എടുത്ത് അവിടെ നിന്ന് എല്ലാവരും മൗന വിലാപയാത്രയായി പുത്തപ്പള്ളിയിലേക്ക് പോവുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി സംബന്ധിക്കണമെന്ന കാര്യം ഓർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് അഭിമാനമായിരുന്ന അന്തരിച്ച ഈ വിലാപയാത്രയുടെ ക്രമം പറയുകയാണ്. ഈ വാഹനത്തിന്റെ പിന്നാലെ